ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SPC Chem Tutor. ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് 2021 എക്സാം കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റിയാക്ഷൻ മെക്കാനിസം ആൻഡ് കറ്റാലിസിസ് ഓഫ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. ഓക്കെ, നമ്മൾക്ക് ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2010 to 2021 വരെ നടന്നിട്ടുള്ള എക്സാമുകളിലുള്ള ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. സോ എല്ലാവരും വീഡിയോ ഫോളോ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് റിയാക്ഷൻസ് ഓഫ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിലേക്ക് പോവാം. മെയിൻലി 5 ടൈപ്പ് ഓഫ് ഓർഗാനോമെറ്റാലിക് റിയാക്ഷൻ മെക്കാനിസംസ് ആണുള്ളത്. നമ്മൾ ഓർഗാനിക്കിൽ പഠിച്ചിട്ടില്ലേ, SN1 റിയാക്ഷൻ, SN2 സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറഞ്ഞ പോലെ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിലുള്ള ഇതാണ് ഓക്സിഡേറ്റീവ് അഡീഷൻ, റിഡക്റ്റീവ് എലിമിനേഷൻ, ഇൻസേഷൻ ഓർ മൈഗ്രേഷൻ, coordination and saturation, and beta hydride elimination. These are the possible mechanisms in an organic compound when reacting with an external nuclei. So first is oxidative addition. ഇപ്പോൾ നമ്മളടുത്തൊരു കോമ്പൗണ്ട് ഉണ്ട്, നമ്മൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടാണ് LnM എന്ന് പറയുന്നത്. അതിലൊരു ഓർബിറ്റൽ വേക്കൻ്റ് ആയിരിക്കും, ഒന്നിൽ ഇലക്ട്രോൺസ് ഉണ്ട്. എക്സ്റ്റേണൽ ന്യൂക്ലിയർ XY എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളിക്യൂള് ഈ ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് എലമെൻസും ആ മെറ്റലിലേക്ക് ആഡ് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് റിയാക്ഷൻസിനെയാണ് ഓക്സിഡേറ്റീവ് അഡീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. അതായത് ഇങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ കോമ്പൗണ്ട്സിലും നടക്കില്ല. ഇലക്ട്രോൺ റിച്ച് മെറ്റൽ സെൻറ്റേഴ്സ് ആയിരിക്കണം. അതായത് ആ M ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം, അതായത് ഇലക്ട്രോൺ പുവറിൽ നടക്കില്ല. ദ കോമ്പൗണ്ട് പ്രൊവൈഡ് വാക്കൻ്റ് ഓർബിറ്റലും ഇലക്ട്രോൺ പെയേഴ്സിനെയും കോമ്പൗണ്ടിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അത് വാക്കൻ്റ് ഓർബിറ്റൽ. സോ ആൻഡ് മെറ്റൽ ആക്ട് സൈമിൾട്ടേനിയസ്ലി ആസ് ലൂയിസ് ബേസ് ആൻഡ് ലൂയിസ് ആസിഡ്സ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ ഈസ് ഇൻക്രീസസ് ടു +2. അതായത് ഈ മെറ്റല് പുതിയ മോളിക്യൂള് ആഡ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഒരു +3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് +5 ആയിരിക്കും മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് +2 ചേഞ്ച് അതിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വന്നാൽ അങ്ങനെയും കൂടി നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം അത് ഓക്സിഡേറ്റീവ് അഡീഷൻ ആണോ നടക്കുന്നത്. ഇനി വേറെ കണ്ടീഷൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മെറ്റൽ പോസസ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ പെയേഴ്സ്. ഓക്കെ, മെറ്റൽ പോസസ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ പെയേഴ്സ് നമ്മൾ കണ്ടു, ബോണ്ടിങ്ങിലില്ലാത്ത ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തൊരു പോയിന്റ്, കോംപ്ലക്സ് മസ്റ്റ് ബി കോർഡിനേറ്റീവ്ലി അൺസാച്ചുറേറ്റഡ്. കോർഡിനേറ്റീവ്ലി അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് അതിലൊരു വാക്കൻറ്റ് സൈറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 60 നമുക്കറിയാം 18 ഇലക്ട്രോൺ റൂൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 18 ഇലക്ട്രോൺ റൂൾ ആകുന്ന സമയത്ത് സ്റ്റേബിൾ ആണ്, പക്ഷേ 16 ഇലക്ട്രോൺ കോമ്പൗണ്ട് ആകുമ്പോൾ അതിലേക്ക് പുതിയൊരു മോളിക്യൂളിനെ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ അതിനെയാണ് കോർഡിനേറ്റീവ് അൺസാച്ചുറേഷൻ എന്ന് പറയുന്നത്. സിൻസ് ഇറ്റ് ഇൻവോൾവ്സ് ഓക്സിഡേഷൻ ഓഫ് മെറ്റൽ, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മസ്റ്റ് ബി എനർജറ്റിക്കലി ഫേവറബിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ +3 നിന്ന് +5 ആ മോളിക്യൂൾ പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, +5 ആ മെറ്റലിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റണം. എനർജിക്കലി ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ അതിന് ആ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യമായിട്ട് നമുക്കറിയാലോ വാസ്കാസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഇറിഡിയം കോംപ്ലക്സ് ആണ്. IR ക്ലോറിൻ PPH3CO. അതിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു HCl എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് എന്താണ്, ആ HCl അതിൽ ആഡ് ചെയ്തു. ഇനി അത് ഇതാണ് കോർഡിനേറ്റീവ് അൺസാച്ചുറേഷൻ എന്ന് പറയുന്നത്. HCl അതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ഫിൽഡ് ആവുമ്പോൾ നമുക്ക് അതായത് ഫുള്ളി സ്റ്റേബിൾ ആയത് ഇതിൽ നടക്കില്ലല്ലോ. അപ്പോൾ 16 ഇലക്ട്രോൺ സ്പീഷീസ് ആണ് വാസ്കാസ് കോംപ്ലക്സ്. അതിലേക്ക് പുതിയ മോളിക്യൂൾ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് അത് സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് എത്തും, 18 ഇലക്ട്രോൺ. ഇനി അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിലും +2 ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ റിഡക്റ്റീവ് എലിമിനേഷൻ. റിഡക്റ്റീവ് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിവേഴ്സ് ഓഫ് ഓക്സിഡേറ്റീവ് അഡീഷൻ. അതായത് XY എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾ ആ ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടിൽ നിന്ന് ലീവ് ചെയ്ത് പോവുക. അതിനെയാണ് റിഡക്റ്റീവ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ പുവർ സെൻറ്റേഴ്സിൽ നിന്നാണ് ഇങ്ങനെ ഒരു റിഡക്റ്റീവ് എലിമിനേഷൻ നടക്കുന്നത്. കാരണം ആ ഒരു എലിമെൻറ്റിന് ആ ഒരു ഗ്രൂപ്പിനെയും കൂടി അതിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത
ടൈപ്പ് മെറ്റൽസിൽ നിന്നാണ് റിഡക്റ്റീവ് എലിമിനേഷൻ പോസിബിൾ ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ ഈസ് ഡിക്രീസ്ഡ് ബൈ 2, 2 കുറയും. അതായത് ഇതിൽ നിന്ന് ഇപ്പോൾ +5 ആണെന്നുണ്ടെങ്കിൽ +3 അതിൻ്റെ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അതിനാണ് റിഡക്റ്റീവ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻസർഷൻ ഓർ മൈഗ്രേഷൻ റിയാക്ഷൻസ്. ഇൻസർഷൻ ഓർ മൈഗ്രേഷൻ നമുക്കറിയാം, ആ കോമ്പൗണ്ട് LNMZ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടിലേക്ക് XY എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ആഡ് ചെയ്യണം. അത് എവിടെയാണ്, ആ MZ എന്ന് പറയുന്ന ലിഗാൻഡിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് അത് ഇൻസേർട്ട് ചെയ്യുക. LNMXYZ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻസേർഷൻ ഓർ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. MnCO5CH3. ഈ CH3 ബോണ്ടിൻ്റെ ഇടയ്ക്ക് എക്സ്റ്റേണൽ വന്ന CO കയറി നിൽക്കുക. അതിനെയാണ് ഇൻസേർഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ ഗ്രൂപ്പ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ മെറ്റൽ ലിഗാൻഡ് ബോണ്ട്. സോ നോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ. ഓക്കെ. ഇനി നമുക്കതിൻ്റെ മെക്കാനിസം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അതായത് ഇവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഇപ്പോൾ സെറ്റിനായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ എടുത്ത കോംപ്ലക്സ് ഇതാണ് MnCO5CH3 എന്ന് പറയുന്നത്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്നത് CO13, അതായത് നമ്മൾ ലേബിൾ ചെയ്തിട്ടുള്ള കാർബണൈൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ മെക്കാനിസം ശരിക്കും സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ശരിക്കും ഈ മെക്കാനിസത്തിലേക്ക് നടക്കുന്നത് ആ CH3 മൈഗ്രേഷനാണ്, അതായത് ആൽക്കൈൽ മൈഗ്രേഷനാണ്. നമ്മളെ കോംപ്ലക്സ് 6 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആണ്. അതിൽ നിന്ന് ആദ്യം അത് 5 കോർഡിനേറ്റിലേക്ക് മാറും. അതായത് CH3 ആ തൊട്ടടുത്ത സിസ് പൊസിഷനിലുള്ള കാർബണൈലിലേക്ക് മൂവ് ചെയ്തിട്ട് COCH3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിഗാൻഡായി മാറുകയും ഒരു വേക്കൻറ്റ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ ആ വേക്കൻറ്റ് സൈറ്റിലേക്കാണ് നമ്മൾ CO13 പോകുന്നത്. ഓക്കെ. അപ്പോൾ CO13 അവിടെ പുതിയ ലിഗാൻഡായിട്ടാണ് നിൽക്കുന്നത്, അല്ലാതെ ആ ഇൻസേർട്ട് ചെയ്യുന്ന കാർബണൈലല്ല എന്ത് ലേബിൾഡ് വരുന്നത്. ദിസ് ഈസ് ആൽക്കൈൽ മൈഗ്രേഷൻ. CO ഇൻകമ്മിങ് our nucleophile is inserted at this cis position. അതായത് ഇത് രണ്ടും സിസ് പൊസിഷനിലാണ്. എവിടേക്കാണോ ആൽക്കൈൽ മൈഗ്രേഷൻ നടന്ന് അതിൻ്റെ സിസ് പൊസിഷനിലേക്കായിരിക്കും കാർബണൈൽ വരുന്നത്. അപ്പോൾ അത് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അതാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ. ഇനി ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ഒരു മെക്കാനിസമാണ് ഈ ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷനിൽ നമ്മൾ ഓർഗാനോ മെറ്റാലിക് ലിഗാൻഡിൽ ആൽക്കൈൽ പാർട്ട് ഉണ്ടെങ്കിൽ അതിലാണ് ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ നടക്കുന്നത്. ആൽക്കൈൽ പാർട്ടിൽ ബീറ്റ ഹൈഡ്രജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബീറ്റ ഹൈഡ്രജൻ ഫ്രം ദ ബീറ്റ കാർബൺ ഈസ് മൈഗ്രേറ്റഡ് ടു മെറ്റൽ. ആ ബീറ്റ ഹൈഡ്രജൻ എന്ത് ചെയ്യും, അവിടെയുള്ള ബീറ്റ കാർബണിലുള്ള ഇപ്പോൾ ഈ കാണിക്കുന്ന ഹൈഡ്രജൻ മെറ്റലിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു അൺസാച്ചുറേഷൻ, അതായത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഡബിൾ ബോണ്ടിലേക്ക് നിന്ന് ദെൻ 2 ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറും. LNMH എന്ന് പറയുന്നുള്ളതും പുതിയൊരു ആൽക്കൈൽ ഫ്രാഗ്മെൻറ്റും ക്രിയേറ്റ് ചെയ്യും, ഓർഗാനിക് ഫ്രാഗ്മെൻറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ് ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും. മെറ്റൽ ആൽക്കൈൽ ബോണ്ട് ഈസ് ഓൾവേസ് വീക്ക് അറ്റ് ഡ്യൂ ടു ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ. ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ കാരണം ആ കാർബൺ ബോണ്ട് വളരെ വീക്കായിരിക്കും. ഇഫ് ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ ഈസ് ദ എലിമിനേഷൻ ഒക്കെ. സോ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നോക്കാം. അപ്പോൾ TiCH3 4 ടൈംസ് ബീറ്റ ഹൈഡ്രജൻസ് ഒന്നുമില്ല. സോ ആ കോംപ്ലക്സ് എന്താണ്, ആ കോമ്പൗണ്ട് എന്താണ്, സ്റ്റേബിളാണ്. ഇതിൽ 3 ബീറ്റ ഹൈഡ്രജൻസ് ഉണ്ട്. സോ ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ പോസിബിൾ ആണ്. ഈ കോമ്പൗണ്ട് എന്തല്ല, സ്റ്റേബിൾ അല്ല. അതെന്ത് ചെയ്യും, ഈ കോംപ്ലക്സ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് സ്റ്റേബിൾ അല്ല, അത് സ്പ്ലിറ്റ് ചെയ്യും. അടുത്തതിൽ ഒരു ബീറ്റ ഹൈഡ്രജനേ ഉള്ളൂ. കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റേതിനേക്കാളും കൂടുതൽ, അതായത് തൊട്ടടുത്ത മുകളിൽ കൊടുത്തതിനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും ഈ ഒരു കോമ്പൗണ്ടിന്. കാരണം ബീറ്റ ഹൈഡ്രജനിൻ്റെ എലിമിനേഷൻ്റെ പോസിബിലിറ്റീസ് നോക്കിയിട്ടാണ്. ഓക്കെ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കീൻസ്. ഫസ്റ്റ് ആൽക്കൈൽ ഹൈഡ്രോജനേഷന് നമുക്ക് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റാണ് വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് പറയുന്നത്. അതൊരു 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ്. RHCl PPH3 ആണ്
മീൻസ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ആൽക്കൈനിലേക്ക് RHCl PPH3 ആൻഡ് ഹൈഡ്രജൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് ആ അൺസാച്ചുറേഷൻ സാച്ചുറേറ്റഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് കാറ്റലിറ്റിക് സൈക്കിൾ. ഞാൻ കാറ്റലിറ്റിക് സൈക്കിളൊന്നും അധികമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അതിനൊന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയില്ല. കാറ്റലിസ്റ്റ് ഏതാണ്, എന്താണ് റിയാക്ഷൻ എന്നൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായാലും ഓക്സിഡേറ്റീവ് അഡീഷനാണ്. വിൽക്കിൻസൺ കാറ്റലിസ്റ്റിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, ദെൻ അതിന്ന് ഡിസോസിയേഷൻ നടക്കുന്നു, ഓക്സിഡേറ്റീവ് അഡീഷൻ ആൽക്കൈൻ ആഡ് ചെയ്യുന്നു, ദെൻ ബീറ്റ ഹൈഡ്രേറ്റ് എലിമിനേഷൻ ആൻഡ് ഓക്സിഡേറ്റീവ് അഡീഷൻ, ദെൻ റിഡക്റ്റീവ് എലിമിനേഷൻ ആണ് ഇതിൻ്റെ സ്റ്റെപ്പ്. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് സൈക്കിളൊന്നും അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാറ്റലിറ്റിക് റിയാക്ഷനാണ് ഹൈഡ്രോഫോമൈലേഷൻ, അല്ലെങ്കിൽ അതിൽ പറയുന്ന വേറൊരു പേരാണ് ഓക്സോ പ്രോസസ്. ആൽക്കീനെ ആൽഡിഹൈഡ് ആയിട്ട് മാറ്റുന്നു. സോ അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാർബൺ എക്സ്ട്രാ വരും. എക്സാമ്പിൾ നോക്കാം. RCH2CH2 ഹൈഡ്രജൻ കാർബണൈൽ CO2 CO8ൻ്റെ പ്രസൻസിൽ 200 to 180 ATM ആൻഡ് 170 to 200 ഡിഗ്രി സെൽഷ്യസിൽ വരുന്ന സമയത്ത് RCH2CH2CHO ഫോം ചെയ്യും. അതിലെന്താണ്, മുമ്പത്തെ കാർബണിനേക്കാളും ഒരു കാർബൺ എക്സ്ട്രാ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CO2 CO8 ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് HCO CO4 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അത് കോർഡിനേറ്റ് 18 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ്. അതിന് 16 ഇലക്ട്രോൺ ആയിട്ടുള്ള ഒരു ഇതാക്കി മാറ്റിയിട്ട്, അതായത് കാർബണൈൽ പോയിട്ട് 16 ഇലക്ട്രോൺ ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് മാറിയിട്ട് അതിലേക്കാണ് ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കുന്നത്. ഓക്സിഡേറ്റീവ് അഡീഷൻ ഓഫ് ആൽക്കൈൻ, ബീറ്റ ഹൈഡ്രേറ്റ് എലിമിനേഷൻ, ഇൻസേർഷൻ, ഓക്സിഡേറ്റീവ് അഡീഷൻ ആൻഡ് റിഡക്റ്റീവ് എലിമിനേഷൻ ഓഫ് ദി ആൽഡിഹൈഡ് പ്രോഡക്റ്റ്. ഇതാണ് അതിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. HCO CO3 ഈസ് ഹൈലി വോളാട്ടൈൽ, അതായത് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആ ഇൻ്റർമീഡിയറ്റ് കാറ്റലിസ്റ്റ് ഹൈലി വോളാട്ടൈൽ. അബൌട്ട് 50% ഓഫ് ആൽക്കിൻ ഈസ് ഹൈഡ്രോജനേറ്റഡ്. ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് നീഡഡ്. ആൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റുത്തീനിയം PPH3COH ആണ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാറ്റലിറ്റിക് പ്രോസസ്സാണ് വാക്കർ പ്രോസസ്സ്. ആൽക്കീൻ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ, പലേഡിയം, Cl2 ആൻഡ് CuCl2ൻ്റെ പ്രസൻസിൽ CH3CHO അസറ്റ് ആൽഡിഹൈഡ് ഫോം ചെയ്യുന്നു. ഇവിടെ ഒരു പ്രത്യേകത സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരിക്കും. ദെൻ അതിൻ്റെ കാറ്റലിറ്റിക് സൈക്കിൾ ഇതിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ കാറ്റലിസ്റ്റ് PdCl4 2- ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ആൽക്കീൻ ഇൻസേർട്ട് ചെയ്യുന്നു, അവിടെ കോംപ്ലക്സേഷനാണ് നടക്കുന്ന പ്രോസസ്സ്. ദെൻ വാട്ടർ മോളിക്യൂള് ഒരു ക്ലോറിൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ വന്നിട്ട് ദെൻ ബീറ്റ ഹൈഡ്രേറ്റ് എലിമിനേഷൻ നടക്കുന്നു. ദെൻ പ്രോഡക്റ്റ് ലീവ് ചെയ്യുന്നു, CH3CHO അസറ്റ് ആൽഡിഹൈഡ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ശേഷം വരുന്നത് പലേഡിയം 0 സ്റ്റേറ്റിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പലേഡിയം 0 നമ്മൾ കാറ്റലിറ്റിക് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ എന്ത് ചെയ്യണം, എൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ പലേഡിയം 0 സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് എവിടെ എത്തണം, പലേഡിയം 2 സ്റ്റേറ്റിലേക്ക് എത്തണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. കോപ്പർ ക്ലോറൈഡ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് കോപ്പർ Cl2 യൂസ് ചെയ്ത് ഇവിടുന്ന് പലേഡിയത്തിൽ നിന്നുള്ള 2 ഇലക്ട്രോൺസിനെ കോപ്പറിലേക്ക് കൊടുത്തിട്ട് കോപ്പറിന് റിഡക്ഷൻ നടക്കും, പലേഡിയത്തിന് ഓക്സിഡേഷൻ നടക്കും. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിഡേഷൻ ഓഫ് പലേഡിയം ആൻഡ് റിഡക്ഷൻ ഓഫ് കോപ്പർ. ഓക്സിഡേഷൻ ഓഫ് പലേഡിയം ആൻഡ് റിഡക്ഷൻ ഓഫ് കോപ്പർ. ദെൻ മോൺസാൻഡോ അസറ്റിക് ആസിഡ് സിന്തസിസ്. ഈ സിന്തസിസിൽ അസറ്റിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത്. മെഥനോൾ ഇൻ പ്രസൻസ് ഓഫ് കാർബണൈൽ ആൻഡ് കാറ്റലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റോഡിയം കാറ്റലിസ്റ്റ് ആണ് RHCO2I2-. ഇവിടെയും തന്നെ അധികം സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാറ്റലിസ്റ്റിലേക്ക് ആദ്യം മെഥനോളും HIയും കൂടി റിയാക്ട് ചെയ്തിട്ട് CH3I ഫോം ചെയ്തിട്ട് ആ ഫോം ചെയ്യുന്ന ആൽക്കൈൽ അയഡൈഡ് ആണ്. ദെൻ കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ദെൻ നമ്മളെ പ്രോഡക്റ്റ് CH3COH എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടുന്നത്. അതിനുള്ള ഫോളോയിങ് സ്റ്റെപ്സ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇതിലിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങ് അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സോ മോൺസാൻഡോ അസറ്റിക് ആസിഡ് സിന്തസിസ് ഫോർ സിന്തസിസ് ഓഫ് അസറ്റിക് ആസിഡ്.
ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ പോയിൻ്റാണ് കറ്റൈവ പ്രോസസ്സ് എന്ന് പറയുന്നത്. സെയിം മോൺസാൻഡോ അസറ്റിക് ആസിഡ് സിന്തസിസുമായിട്ടുള്ള സെയിം തന്നെയാണ്, പക്ഷേ അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഇറിഡിയം കാറ്റലിസ്റ്റാണ്. ഇറിഡിയം CO2I2 മൈനസ് പറഞ്ഞുള്ള കാറ്റലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കറ്റൈവ പ്രോസസ്സ് എന്ന് പറയുന്നു. അടുത്തൊരു റിയാക്ഷൻ പരിചയപ്പെടുത്താനുള്ള കോൾമാൻസ് റിയേജൻറ്റ് കോൾമാൻസ് റിയേജൻറ്റ് എന്ന് പറയുന്നത്, അതായത് FeCO4 2- ഓർ Na2FeCO4. ഈ ഏരിയയിൽ നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല സെറ്റ് എക്സാമിന്, പക്ഷേ ഇനി ചോദിക്കാം. സോ ഈ ഒരു കോംപ്ലക്സ് കോർഡിനേഷൻ ഇത് ഹൈലി ന്യൂക്ലിയോഫിലിക് ആണ്. ഇറ്റ് റിയാക്ട് വിത്ത് ആൽക്കൈൽ ഹാലൈഡ് റെഡിലി. അതായത് ഈ ഒരു റിയേജൻറ്റിലേക്ക് ആൽക്കൈൽ ഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് മെറ്റൽ ആൽക്കൈൽ ബോണ്ട് ഉണ്ടാകുന്നു. ദെൻ അതിലേക്ക് ഒരു കാർബണൈലോ PPH നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് RCO ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഓർഗാനിക് മോളിക്യൂൾസ്, അതായത് ഓർഗാനിക് ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള ആൽക്കൈൽ ഇത് നമുക്ക് സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും. H+Cl- O- അങ്ങനെ. Then previous year questions. First question, the reaction shown below represent the Walker process. What is the role of copper 2 in this reaction? Answer is option D. It oxidizes palladium 0 to palladium 2. നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. Then next question, the reaction MnCO5 Me plus CO gives MnCO5 CO Me is an example of option D. alkyl migration. Next question, the reaction CO5 MnCH3 plus CO gives CO5 MnCOCH3 is an example of. Correct answer is migratory insertion. ഇത് രണ്ടും ഏകദേശം അടുത്തടുത്ത ഇയറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എങ്ങനെയാണ് ആ മൈഗ്രേറ്ററി ഇൻസേർഷൻ അല്ലെങ്കിൽ ആൽക്കൈൽ മൈഗ്രേഷൻ എങ്ങനെയാണെന്ന് ഇൻസേർഷൻ റിയാക്ഷൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. കാറ്റലിസ്റ്റ് യൂസ്ഡ് ഫോർ ദി കൺവേർഷൻ ഓഫ് എഥിലീൻ ടു അസറ്റാൽഡിഹൈഡ് is. Correct answer is option B. palladium Cl2 CuCl2. That is Walker process. The reaction RHCl PPH3 thrice plus hydrogen give the product RHCl PPH3 thrice H2 is. The correct answer is option A. oxidative addition. അതായത് നമ്മൾ ഫസ്റ്റ് കോംപ്ലക്സിൻ്റെ ഇലക്ട്രോണും അതായത് ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് നോക്കുക, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും നോക്കുക, ദെൻ പ്രോഡക്റ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ടും നോക്കുക. സോ നമുക്ക് മനസ്സിലാവും അതിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഇൻക്രീസ് ഉണ്ട്. പിന്നെ നേരത്തെ 16 ഇലക്ട്രോൺ കോംപ്ലക്സ് 18 ഇലക്ട്രോൺ കോംപ്ലക്സ് ആയിട്ടുണ്ട്. സോ അതിലെന്താണ് ഓക്സിഡേറ്റീവ് അഡീഷനാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ദ ആൻസർ ഈസ് ഓക്സിഡേറ്റീവ് അഡീഷൻ. The catalyst used in the homogeneous hydrogenation of olefin is option D. rhodium PPH3Cl. 16. The organometallic compound used in the preparation of Ziegler-Natta catalyst is option A. AlC2H5 thrice. The catalyst used in the Monsanto acetic acid process is option B. RHCO2I2-. Then match the following. The correct answer is option B. Match the following catalyst with the corresponding processes. Correct answer is option B. Krebs catalyst is used for alkene metathesis. Then Ziegler-Natta catalyst for polymerization. Wilkinson catalyst for hydrogenation of alkene. Then CO2-CO8, that is hydroformylation. The next question, the organometallic used in the hydroformylation of alkenes is. Correct answer is option B.
Next, the catalyst and co-catalyst used in the Walker process respectively are. Correct answer is option C, PtCl4, 2- and CuCl2. Enantioselective hydrogenation of prochiral alkenes are done by. Correct answer is option A, Wilkinson catalyst. The actual catalyst in the hydroformylation reaction is option A, HCO CO4. Walker process used for the synthesis of acetaldehyde, option C. Ziegler-Natta catalysis is used for the. Correct answer is option C, polymerization of alkenes. Then നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Predict the influence of an increase in CO partial pressure above a certain threshold on the rate of cobalt catalyzed hydroformylation of 1-pentene. Answer is rate is decreased. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട്, അതായത് നമ്മൾ കാറ്റലിസ്റ്റിൻ്റെ ഡിസോസിയേഷൻ കുറയും. സോ റേറ്റ് കുറയാനാണ്, റിയാക്ഷൻ റേറ്റ് കുറയാൻ സാധ്യത. ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ടുള്ളത് ഷിവർ അറ്റ്കിൻസിൻ്റെ ബുക്കിൽ ഈ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്തതിൻ്റെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഇതുവരെ ക്ലാസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻസിൽ വഴി ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തു തരാം. ഓക്കെ.